പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനയിലേക്ക്, ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും ദൈവനാമത്തിൽ നല്ല ഒരു പ്രഭാതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചന ഭാഗം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമ്മുടെ ഉത്തരവാദിത്വവും വിശ്വസ്തതയും മറ്റുള്ളവരുടെ കാര്യങ്ങളെ നാം കരുതലോടെ കൈകാര്യം ചെയ്യുക എന്ന ആത്മീയ സത്യത്തെ ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒന്ന് കേൾക്കാം. ഒരുത്തൻ കൂട്ടുകാരൻ്റെ പക്കൽ കഴുത, കാള, ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തുപോകുകയോ അതിന് വല്ല കേടു തട്ടുകയോ ആരും കാണാതെ കളവ് പോവുകയോ ചെയ്താൽ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ അവൻ്റെ കൈ വെച്ചിട്ടില്ല എന്ന് യഹോവയെക്കൊണ്ട് സത്യം ഇരുപാട്ടുകാർക്കും തീർച്ചയായിരിക്കണം. ഉടമസ്ഥൻ അത് സമ്മതിക്കണം. മറ്റവൻ പകരം കൊടുക്കണ്ട. എന്നാൽ അത് അവൻ്റെ പക്കൽ നിന്ന് കളവ് പോയി എന്ന് വരികിൽ അവൻ അവൻ്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം. അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം. കടിച്ചു കീറിപ്പോയതിന് അവൻ പകരം കൊടുക്കണ്ട. ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികെയില്ലാതിരിക്കെ വല്ല കേടുഭവിക്കുകയോ ചത്തുപോവുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം. ഉടമസ്ഥൻ അരികെ ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കണ്ട. അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം മോശയിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാന ഉപദേശമാണ് നമ്മൾ ഈ കേട്ടത്. മറ്റൊരാളുടെ വസ്തുവോ ഉത്തരവാദിത്വമോ നമ്മെ ഏൽപ്പിക്കുമ്പോൾ അതിനെ വിശ്വസ്തയോടെയും കരുതലോടെയും കൂടി നാം കൈകാര്യം ചെയ്യണം എന്നാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനം. ഈ വചനത്തിൽ വിശ്വാസമെന്നത് വളരെ പ്രധാനമാണ്. ഒരു വ്യക്തി തൻ്റെ വസ്തു മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. അതുപോലെ ദൈവവും നമ്മുടെ ജീവിതത്തിൽ നിരവധി ഉത്തരവാദിത്വങ്ങൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബം, ശുശ്രൂഷ, ജോലി, ബന്ധങ്ങൾ, നമ്മുടെ സമയം, കഴിവുകൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ കൈമാറ്റങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത കാണിക്കാത്തവർ വലിയ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്താറുണ്ട്. ഈ വചനഭാഗവും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വസ്തത ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഉത്തരവാദിത്വം ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗവുമാണ്. മറ്റുള്ളവരുടെ നന്മ കരുതുന്നത് അത് ദൈവഹിതമാണ്. ചെറിയ കാര്യങ്ങളിലും നാം സത്യസന്ധരാകണം. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ? ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കട്ടെ. അവൻ നമ്മെ നല്ല ഒരു ഭണ്ഡാര സൂക്ഷിപ്പുകാരനായി നിയമിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ വിശ്വസ്തതയും ഉത്തരവാദിത്വവും സംബന്ധിച്ചുള്ള ആ വലിയ സത്യങ്ങൾ
ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതിനായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലികളിലും ശുശ്രൂഷകളിലും ബന്ധങ്ങളിലുമെല്ലാം സത്യസന്ധതയും കരുതലും തമ്പുരാനെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അശ്രദ്ധയും അനാസ്ഥയും സ്വാർത്ഥതയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ഈ സന്ദേശം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ വീടുകളിലും കുടുംബങ്ങളിലും സമാധാനവും ആരോഗ്യവും അനുഗ്രഹങ്ങളും നിറയ്ക്കുമാറാകണമേ. രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് സ്പർശിക്കണമേ. ഭാരങ്ങളാൽ തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഈ പ്രഭാതം, ഈ വചനഭാഗം പുതിയ ഒരു പ്രതീക്ഷയുടെ ശക്തി നൽകുന്നതായി തീരുമാറാകണമേ. ഈ ദിവസം മുഴുവൻ തമ്പുരാനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.